അപ്പോൾ ഗൈസ് കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയിരിക്കേണ്ട. അപ്പോൾ എത്ര പേർക്ക് ഈ ഫേസ്ബുക്കിലൂടെ വരുമാനം കിട്ടുന്ന അറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു ആദ്യമൊക്കെ ഈ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ നമുക്ക് വരുമാനം കിട്ടും എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ യൂട്യൂബിൽ നമ്മൾ ഓരോ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. 4000 വാച്ച് അവർ ആവണം, 1000 സബ്സ്ക്രൈബേഴ്സ് ആകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനൊന്നുമില്ല. നമ്മൾ ഇടുന്നതിനനുസരിച്ചിട്ട് ഡെയിലി നമ്മൾ ഓരോ ഫോട്ടോസ്, സ്റ്റോറികൾ, പിന്നെ നമ്മുടെ വ്ളോഗുകൾ എന്തിട്ടാലും അതിന് ഒരു മിനിമം ഒരു എമൗണ്ട് ഡോളറിൽ നമുക്ക് കയറുന്നുണ്ട് കേസ്. അതെനിക്ക് കുറേ കാലങ്ങൾ അറിയില്ലായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആവുന്ന കാര്യം അറിഞ്ഞത്. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ചായിട്ടുള്ളൂ കേസ്, ഏകദേശം ഒരു 6 മാസം ഈ ബാക്കിൽ ഒരു 6 മാസത്തിന് ശേഷം മുമ്പാണ് ഇങ്ങനെ ഡെയിലി 5-6 പോസ്റ്റുകൾ, റീലുകൾ, എൻ്റെ വ്ളോഗുകൾ എല്ലാം ഞാൻ ഇടുന്നത് ഈ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ അപേക്ഷിച്ചത്. ഇന്നത്തെ ദിവസം എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയിരിക്കേണ്ട കേസ്. അപ്പോൾ അറിയാത്തവർ എന്തായാലും ശ്രദ്ധിക്കുക. ഈ ഫേസ്ബുക്കിൽ വെറുതെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പേജ് നമ്മൾ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കാം. പേജ് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റണം. പ്രൈവറ്റ് പോയിട്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഒരു പുതിയ പേജ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് വരെ 1-2 സംഭവങ്ങൾ സബ്സ്ക്രിപ്ഷൻ അങ്ങനെയൊക്കെ ഓൺ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം കണ്ടന്റ് മോണിറ്റൈസേഷൻ ആണ് കേസ്. അപ്പോൾ അത് ഇപ്പോൾ ഓപ്പണാക്കി വന്നിരിക്കുകയാണ്. അതിൻ്റെ മെസ്സേജുകൾ വന്നു. ഞാൻ അതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് അടിപൊളി സന്തോഷം, ഭയങ്കര സന്തോഷം. അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേസ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട്, ഇത് ലോങ് 1 മിനിറ്റിൽ കൂടുതൽ വീഡിയോ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും അത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫേസ്ബുക്കൊക്കെ നോക്കണവർ, എന്തായാലും ഏർണിംഗ് വേണം എന്നുള്ളവർ ഡെയിലി നമ്മൾ വീഡിയോ ഇടുക. 3-4 പോസ്റ്റ് അല്ലെങ്കിൽ 5 പോസ്റ്റ് അവരുടെ ഓരോ ഇതുണ്ട്, വീക്കിലി നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ ഫോട്ടോസും സ്റ്റോറീസും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കും ഇതേപോലെ ആവട്ടെ കേസ്, നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക.